പിതാവായ ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിക്കാൻ കാത്തോർക്കുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമക്കളുടെ പദവിയിലേക്ക് കടന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ വചനം കേൾക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ. സുഭാഷിതങ്ങൾ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. 12-ാം അധ്യായത്തിന്റെ 25-ാം വചനത്തിൽ ഉത്കണ്ഠ ഹൃദയത്തെ നിരുന്മേഷമാക്കുന്നു. ഉത്കണ്ഠ, ആരെല്ലാം ഉത്കണ്ഠപ്പെടുന്നുവോ യാതൊരു പ്രയോജനമില്ലാത്ത നാളെക്കുറിച്ചുള്ള ആകുലതകൾ, നാളെ എന്ത് സംഭവിക്കും, ഇപ്രകാരമുള്ള നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഹൃദയത്തെ നിരുന്മേഷമാക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. സുഭാഷിതങ്ങൾ 18-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനത്തിൽ കാണുന്നു, ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു, തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങുവാൻ സാധിക്കും. ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു, തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങുവാൻ സാധിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, ചില വ്യക്തികളൊക്കെ ഇങ്ങനെ തളർന്നു കിടക്കും. താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർന്നു കിടക്കുമെന്നൊരു ചൊല്ലുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ പോലും സൗഖ്യം പ്രാപിക്കില്ല. കാരണം അവരുടെ മനസ്സ് തളർന്നു പോയതാ. വചനം പഠിപ്പിക്കുകയാണ്, ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു. അങ്ങനെ ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുമ്പോൾ ആ രോഗത്തിൽ നിന്ന് ആ വ്യക്തിക്ക് വിടുതലും സൗഖ്യവും കിട്ടുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുള്ള രോഗങ്ങളും അസ്വസ്ഥതകളും എല്ലാം വിട്ടുപോകാൻ നമുക്ക് ഉന്മേഷമുള്ള ഒരു മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു, തളർന്ന മനസ്സിനെ ആർക്കും താങ്ങുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഒരു ഉന്മേഷമുള്ളൊരു മനസ്സിന്റെ ഉടമകളാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, വചനം സേവിക്കുന്ന എല്ലാവർക്കും ഉന്മേഷമുള്ള ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിനും മനസ്സിനും ആരോഗ്യം പ്രദാനം ചെയ്യണമേ. കുടുംബത്തിൽ സമാധാനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.